കുട്ടികളെ, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് യൂണിറ്റ് 1 വിളയിക്കാം 100 മേനി എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ്. യൂണിറ്റ് 1ഉം 2ഉം 3ഉം എടുത്തിട്ടുണ്ട്. അതിൽ പരീക്ഷണങ്ങളും പഠന പ്രവർത്തനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ പോയി കാണണേ. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകൾ നൽകുക. കൂടാതെ നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക്, അതായത് USSന് വേണ്ടിയിട്ടുള്ള ലിങ്കാണ്, അതിലെല്ലാവരും ജോയിൻ ചെയ്യുക. അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. മക്കൾ നന്നായിട്ട് പഠിക്കുക, USSന് വേണ്ടിയിട്ട് ഒരുങ്ങുക. ചില സ്കൂളുകളിലൊക്കെ ഫസ്റ്റ് ടൈം എക്സാമിന് ശേഷമാണ് USSന് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം എക്സാമിനൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളൊക്കെ നോക്കാം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ നാം ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ? വേഗം ഫലമുണ്ടാവണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. കൃഷി ചെയ്യുമ്പോൾ വേഗത്തിൽ നല്ല വിളവ് ലഭിക്കാനും നല്ല ഗുണനിലവാരമുള്ള ഫലങ്ങൾ ലഭിക്കാനും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? നല്ല വിത്തുകൾ, നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കണം, സൂര്യപ്രകാശം ലഭ്യമാവണം, മണ്ണ് വളക്കൂറുള്ളതാവണം, അനുയോജ്യമായ കാലാവസ്ഥ ഉണ്ടായിരിക്കണം, വളപ്രയോഗവും ജലസേചനവും നടത്തണം, കീടങ്ങളെയും കളങ്ങളെയും നിയന്ത്രിക്കണം. മക്കളെ 5 പാർട്ടുകളാക്കിയിട്ടാണ് കേട്ടോ ക്ലാസ് എടുത്ത് വിട്ടിട്ടുള്ളത്. അത് മക്കൾ എന്തായാലും പോയി കാണണം. അതിൽ നന്നായിട്ട് വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. മക്കൾക്ക് അതിൽ നിന്നും ചോദ്യങ്ങൾ എഴുതിയെടുക്കാം. നല്ല വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തെടുക്കുന്ന ചെടി ആരോഗ്യമുള്ളതും കായ്ഫലം കൂടുതലുള്ളതും നല്ല വളർച്ചയുള്ളതുമായിരിക്കണം. വിത്തിനായി തിരഞ്ഞെടുക്കുന്ന ഫലം മധ്യകാലത്തുണ്ടായതും പുഷ്ടിയുള്ളതും മൂപ്പെത്തിയതുമായിരിക്കണം. തിരഞ്ഞെടുക്കുന്ന വിത്ത് സ്വാഭാവിക ആകൃതി, വലിപ്പം എന്നിവ ഉള്ളതും പുറംതൊലിയിൽ കേടില്ലാത്തതുമായിരിക്കണം. വിത്തിൽ നിന്നല്ലാതെ ഏതെല്ലാം സസ്യഭാഗങ്ങളിൽ നിന്നും ചെടികൾ ഉണ്ടാകും? വേര്, ഇല, ഭൂകാണ്ഡം. ഉദാഹരണമായിട്ട് വേരിൽ നിന്ന് കറിവേപ്പ്, ഇലമുളച്ചി, ഭൂകാണ്ഡത്തിൽ നിന്ന് മഞ്ഞൾ, ചേമ്പ്, ചേന, തണ്ടിൽ നിന്ന് റോസ്, ചെമ്പരത്തി ഇവയൊക്കെ. കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഒരു സസ്യത്തിൻ്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. ലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തുകൾ ഉണ്ടായി അതുവഴി പ്രത്യുൽപാദനം നടത്തുന്ന രീതിയാണ് ലൈംഗിക പ്രത്യുൽപാദനം. കായിക പ്രജനനം വഴി ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ: ചീനി, കാച്ച്, ചെമ്പരത്തി, റോസ്, ഇലമുളച്ചി. ലൈംഗിക പ്രത്യുൽപാദനം വഴി ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം: ചീര, തെങ്ങ്, മത്തൻ, പ്ലാവ്, മാവ്, പയർ. എന്താണ് പതിവെക്കൽ? മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവെക്കൽ. കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണ് മൂടി പതിവെക്കുന്ന രീതിയാണ് നാഗപതിവെക്കൽ എന്ന് പറയുന്നത്. ഈ രീതിയിൽ പതിവെക്കുമ്പോൾ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്നും ലഭിക്കും. പതിവെക്കൽ 2 രീതിയിലുണ്ട്: വായുവിൽ പതിവെക്കലും നാഗപതിവെക്കലും. വായുവിൽ പതിവെക്കുന്ന സസ്യങ്ങൾ പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം. പതിവെക്കലിന് ഉദാഹരണമായ സസ്യങ്ങൾ ബോഗൺവില്ല, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില. പതിവെക്കലിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സസ്യങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാം? ഗുണങ്ങൾ: മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ദോഷങ്ങൾ: ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. തായ്വേര് പടലും ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. കമ്പൊട്ടിക്കൽ എന്നാൽ എന്ത്? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ സൈൻ എന്നും പറയുന്നു. കമ്പൊട്ടിക്കൽ വഴി തൈ ഉണ്ടാക്കുന്നതിൻ്റെ നേട്ടങ്ങൾ എന്തെല്ലാം? വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. കുറഞ്ഞ പരിചരണം മതി. നമ്മുടെ മണ്ണിൽ നന്നായി വളരും. എന്താണ് മുകുളമൊട്ടിക്കൽ? ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തുക്കൾ ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളമൊട്ടിക്കൽ. ഓരോ ഘട്ടങ്ങളായിട്ട് താഴെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അതൊക്കെ പഠിക്കണം കേട്ടോ. സ്വപരാഗണം എന്താണ്? ഒരു ചെടിയിലെ 2 പൂക്കൾ തമ്മിലോ ഒരു പൂവിലോ പരാഗണം നടത്തുന്നതിനെയാണ് സ്വപരാഗണം എന്ന് പറയുന്നത്. ഒരു ചെടിയുടെ മാത്രമാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് 1 വേർഡിനൊക്കെ വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. USSനൊക്കെ 1 വേർഡാണല്ലോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമുക്ക് USSനൊക്കെ നന്നായിട്ട് ക്ലാസ് എടുക്കണം. ഓണം വെക്കേഷൻ തന്നെ നമുക്ക് തുടങ്ങണം. ഇത്
പരപരാഗണം എന്നാൽ രണ്ടു ചെടിയിലെ പൂക്കൾ തമ്മിൽ പരാഗണം നടത്തുന്നതിനെയാണ് പരപരാഗണം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പഠന പ്രവർത്തനങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ക്ലാസ് കൂടി കാണണം കേട്ടോ. 5 പാർട്ടുകളാക്കിയിട്ടാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക. അതും കൂടി കാണണം, എന്നാലേ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പരാഗണത്തിൻ്റെ ഘട്ടങ്ങളാണ് കേട്ടോ അത്. ഇതൊക്കെ ബുക്കിലുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് പഠിക്കുക. എല്ലാത്തിൻ്റെയും മുകളും ഒട്ടിക്കൽ, കമ്പൊട്ടിക്കൽ, അതിൻ്റെയൊക്കെ ഓരോ ഘട്ടങ്ങളായിട്ട് സ്റ്റെപ്സുകളായിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ നോക്കി വെക്കണം കേട്ടോ. പരാഗണത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എപ്പോഴാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. പൂവ് വിരിഞ്ഞ ഉടനെയാണോ, പൂവ് നന്നായി വിരിഞ്ഞ ശേഷമാണോ, പൂവ് വാടാൻ തുടങ്ങുമ്പോഴാണോ? പൂവ് വിരിഞ്ഞ ഉടനെ. കൃത്രിമ പരാഗണം എന്നാൽ എന്താണ്? ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണമുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി 2ൻ്റെയും ഗുണങ്ങൾ ചേർത്ത് പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെയുണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കര ഇനം വിത്തുകൾ. നമ്മുടെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. കേരള കാർഷിക സർവകലാശാല മണ്ണുത്തി തൃശ്ശൂർ, കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം, റബ്ബർ റിസർവ് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയാണ്. അതുപോലെ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഇടുക്കിയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ നൽകുന്ന സേവനങ്ങൾ: മികച്ച ഉൽപ്പാദനം, ചുരുങ്ങിയ കാലം കൊണ്ട് വിളവ്, ഉയർന്ന രോഗപ്രതിരോധ ശേഷി എന്നീ സങ്കര ഇനം വിത്തുകൾ തയ്യാറാക്കുക. ബഡ്ഡിങ്, ഡ്രാഫ്റ്റിംഗ്, ലെയറിങ് എന്നിവ വഴി മികച്ച നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. വളങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. സസ്യരോഗങ്ങളെക്കുറിച്ചും പരിഹാരങ്ങളെക്കുറിച്ചും ഗവേഷണം നടത്തുന്നു. നൂതന കൃഷി രീതികളിൽ കർഷകർക്ക് പരിശീലനം നൽകുന്നു. അടുത്തത് വളക്കൂറുള്ള മണ്ണ്, ജൈവവളങ്ങളും രാസവളങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. കീടനിയന്ത്രണങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കാർഷിക സംരംഭങ്ങളാണ്, അതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പോയിട്ട് കേൾക്കണം കേട്ടോ. മക്കളെ, നമ്മുടെ USSന് വേണ്ടിയിട്ടുള്ള വാട്സപ്പ് ചാനൽ ലിങ്ക് താഴെ നൽകുന്നുണ്ട്. അതിലെല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് വെക്കേഷൻ തന്നെ ക്ലാസ്സുകൾ തുടങ്ങണം. LSS ക്ലാസ്സുകളും USS ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യണേ. അതുപോലെ പ്രത്യേകമായിട്ട് കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിൽ എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോകളും കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളൊക്കെ നൽകുന്നുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഇനിയും നൽകുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.